ഈ കല്ല് കിണറ്റിക്കിട്ട് കഴിഞ്ഞാലേ മൂക്കൊണ്ടെടുക്കേണ്ടി വരുന്ന പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാല് അത് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചില്ലുമ്പോ കേറ്റിലും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ കഥകളെന്നാ പറയുന്നത്. 15 വയസ്സില് വണ്ടിപ്പണിക്ക് ഇറങ്ങിയതാ. 15-ാം വയസ്സിൽ നമ്മള് സ്കൂളിലേക്ക് പോയിക്കോ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് ഇപ്പൊ പഠിപ്പിനെ പറ്റി നമുക്ക് വല്ല അറിയില്ലല്ലോ. നമ്മള് പൂവത്താണി സ്കൂളിൽ പോയ 5-ാം ക്ലാസ്സാ. 5 കൊല്ലം 8 കൊല്ലം പഠിച്ചു പൂവത്താണി സ്കൂളിൽ 5 കൊല്ലം പഠിച്ചിട്ടുള്ളൂ. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ ശങ്കരാന്തി ശങ്കരാന്തി പുടുത്തം മുട്ട മഴ പണിയില്ലാന്ന് ഇന്നലെ നല്ല മഴ ഉള്ളു കൊണ്ടു. ഇന്നിപ്പോ നല്ലൊരു വെളിച്ചം. ഇന്ന് പണിയില്ല. ഇന്നിപ്പോ നല്ല വെളിച്ചല്ലേ. ഇന്ന് പണിയില്ല. ഇന്ന് പണിയില്ല. എന്താ ചെയ്യാ ഈ ലോകത്തിന്റെ കടപ്പിപ്പം കിട്ടാ. എവിടെ ഈ ലോകത്തിന്റെ പോക്ക്. ഒരു അന്തല്ല ആദിയില്ലാത്ത പോക്കല്ല നാടാണ് ഈ അങ്ങനെ. എന്തായാലും കാലാവസ്ഥ ഇന്ന് വളരെ ഇന്ന് ചെറിയൊരു ഇതുണ്ട്. മഴക്കാറുമാരുണ്ടേനും എന്നാ വെയിലും ഉണ്ട്. കുറുക്കന്റെ കല്യാണം മാതിരിയാണ്. കുറുക്കന്റെ കല്യാണം നമ്മളെ ചെറുപ്പത്തിൽ പറയുന്നിട്ട് കുറുക്കന്റെ കല്യാണം എന്ന് പറഞ്ഞാല് വെയിലും മഴയും വന്ന കുറുക്കന്റെ കല്യാണമാണ്. അങ്ങനെയൊക്കെ അതെ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ്. അങ്ങനെ അത് നമ്മളെ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് അത് അറിയോ കുറുക്കന്റെ കല്യാണം എന്ന് പറയുന്നത്? കുറുക്കന്റെ കല്യാണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അല്ല അത് അറിയില്ല. പന്തല് കാണുമ്പോഴുള്ള കല്യാണം. പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു. നമ്മള് ചെറുപ്പത്തില് പിന്നെ എന്താ ഈ കല്ല് കിണറ്റിക്കിട്ട് കഴിഞ്ഞാലേ മൂക്കൊണ്ടെടുക്കേണ്ടി വരുന്ന പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാല് അത് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചില്ലുമ്പോ കേറ്റിലും അങ്ങനെ പറഞ്ഞു. എന്തിനാ സത്യത്തിൽ ചിലപ്പോ കല്ല് ഇടുന്നതിന് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. അല്ല ഒന്നാമാതിരി പഴയ പഴമക്കാര് പറഞ്ഞു ഇറച്ചി മീനും ഒപ്പം തിന്നാൻ പാടില്ല. അതെന്താണ് അന്നത്തെ കാലത്ത് ഇറച്ചി മീനും അങ്ങനെ കിട്ടൂല. ഇന്നിപ്പോ കോഴി അടിച്ചിട്ട് അതിന്റെ കുറങ്ങാടും. അപ്പൊക്കെ ആടുമ്പോ കടിച്ചും അപ്പൊക്കെ മൂരിനുമ്പോ കടിച്ചും പിന്നെ പോത്തുമ്പോ കടിച്ചും. അങ്ങനെയല്ല ഇപ്പൊ മീന് സൽക്കാരം എന്ന് പറഞ്ഞാൽ തന്നെ മോലാളിമാരുടെ കാര്യം പറയുകയാണെങ്കിലേ ആൾക്കാരെ തിന്ന് മരിച്ചിട്ട് വെച്ചിട്ട് ഇത് പേരുവാണല്ലോ. അല്ലാതെ തിന്ന് മരിച്ചിട്ട് വെച്ചിട്ടല്ല. നമ്മളെ പേരിൽ ഇത്രയും ഭക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷെ സാധാരണക്കാരായ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് കച്ചോ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി അതിക്ക് ലേസം ഉള്ളി സംബന്ധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് വെച്ചോളൂ. അല്ല നമ്മൾക്കിപ്പോ ഒരു പോലീസൊന്നും വേണ്ട. ഇതൊക്കെ ഈ ആൾക്കാർ തിന്നിട്ട് ഇതൊക്കെ പടം ഒന്നിക്കാനെ ചെല്ലണത്. മീൻ പൊരിച്ചത്, ആട്, ഒട്ടകം, അത് ഇതേറെ വെറൈറ്റി ആയിട്ട് ഇങ്ങോട്ടോ നിന്ന് തിന്നാൻ പാടില്ല. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇരുന്ന് തിന്നണം. വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇരുന്ന് കുടിക്കണം. ഇതേമാതിരി നമ്മള് നിന്ന് കുടിക്കാനോ അല്ല അത് തന്നെ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം നിന്ന് കുടിച്ചു കഴിഞ്ഞാല് മരുന്നില്ലാത്ത രോഗങ്ങൾ എന്ന് പറയാം. അങ്ങനെ രോഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ മറ്റേ ഇതൊക്കെ നമ്മൾ ഈ ജനങ്ങൾ ഇപ്പൊ ഈ നിന്ന് നമ്മളെ പള്ളി കമ്മിറ്റി ഇവരൊക്കെ എത്രയേ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ കമ്മിറ്റി പെട്ട ആൾക്കാരും ചെയ്യുന്നുണ്ട്. കമ്മിറ്റി പെട്ട ഈ വലിയ മോലാളിമാർ കമ്മിറ്റിയിലുണ്ടാവും, പള്ളി കമ്മിറ്റിയിലുണ്ടാവും. താരം ഓലായി ചെയ്യുന്നുണ്ട്. ഓർക്കും പ്രശ്നമല്ല. നമ്മൾ സാധാരണക്കാരെന്തെങ്കിലും ചെയ്താൽ അത് വമ്പൊരു വിഷയമാണ്. അത് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ജനങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെന്നും സാധാരണക്കാരന്മാര് ഇങ്ങനെ പോകണം, ഓല മേലക്ക് വരരുത്, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ ആൾക്കാർ. അത് കുൻറ്റും കുബിറും അസൂയും. ഈ അസൂയ മരിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്നില്ലേ? മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ പിന്നെ രസമല്ലല്ലോ. ചില ആളുകളെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഇത് പറയട്ടില്ലേ, ചില ആളുകള് പിന്നെ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ഹജ്ജ് ചിലപ്പോ 2 എണ്ണം 3 എണ്ണം വരെ ചെയ്ത ആളുകളുണ്ട്. പിന്നെ അതേമാതിരി എന്താ നോമ്പ് നോൽക്കും, സക്കാത്ത് പിന്നെ കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഒരു മനുഷ്യന് അടുത്തുകൂടി വന്ന ഒരു പുഞ്ചിരി ആളെ മുഖത്ത്. ഒരു മനുഷ്യന് എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരിയാണ്. ഇപ്പൊ നമ്മളൊരാളെ കാണുന്നത് നമ്മൾ വല്ല ഒരു വലിയൊരു പഠിപ്പുള്ള ആളോ അല്ലെങ്കിൽ വലിയ ഇതുള്ള ആളോ വെച്ചൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരനാണ്. പക്ഷെ നമ്മൾ ആരെ കണ്ടാലും അത് പുഞ്ചിരിക്കും. ആ പുഞ്ചിരിയുടെ ഒരു സുഖം അതൊരു സുഖമാണ്. അപ്പൊ നമ്മൾ ഡ്രൈവറാണ്. നമ്മൾ ഡ്രൈവറായിട്ട് ഇപ്പോൾ ഏത് നാട്ടിൽ കൂടെ പോകണമെങ്കിലും ഒരു പുഞ്ചിരി. ആ ഡ്രൈവർ കണ്ടോ അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് പുഞ്ചിരി. അതൊക്കെ തരും. ശരിക്കും ഹജ്ജിന് പോയി വരുന്ന മനുഷ്യൻ എന്താണ് കുഞ്ഞുകുട്ടിയുടെ മാതിരി, അപ്പൊ പ്രസവിച്ചിട്ട മാതിരിയാണ് ഹജ്ജിന് പോയി. അത്രയും ഇതാണ്. എല്ലാ പ്രതി നമ്മളെ പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മളെ കടങ്ങൾ തീർക്കണം. ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് കബൂലാക്കി ഇതാണ്. പിന്നെ അതൊക്കെ അങ്ങനെ പോണ ഹജ്ജിന്. ആ ഹജ്ജിന് മടങ്ങി തിരിച്ചു വരുമ്പോൾ ആളുവിന്റെ കുട്ടികളെ മാറ്റി. പക്ഷെ എന്നാലും ഒരു പുഞ്ചിരി ചില ഭാഗത്തുണ്ടാവില്ല. ചില പുഞ്ചിരിയാണ് ഏറ്റവും മനുഷ്യന്റെ ഒരു പുഞ്ചിരിച്ചാൽ മതി. റസൂൽ തന്നെ പറയുന്നുണ്ട് ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാല് ആ പുഞ്ചിരിയുടെ ഈമാന്റെ ഭാഗമാണ് പുഞ്ചിരി. അപ്പൊ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പിന്നെന്താരോ ഓരോ കബറിക്ക് ഓരോ നമ്മളെ കബറിക്ക് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ചോദിച്ചു, ഓലോട് ചോദിച്ചോണ്ട് ഓരോ ചോദിച്ചു. പിന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ ഒന്നുമില്ല. പിന്നെ മനുഷ്യന്റെ കാര്യം പോകാം. പിന്നെ എന്ത് ആയിട്ടെന്താ കാര്യം? ഹൈടെക് കബറുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 3 എണ്ണം തുണികൾ കൊണ്ടുപോകാം.
3 തുണി തുണികളും കൊണ്ടുപോവാ 6 അടി മണ്ണോളം കിട്ടുക വേറെ ഒന്നും കിട്ടൂല. ശ്വാസം കിട്ടിയില്ലേ കഴിഞ്ഞു. ശ്വാസം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ കഥ പിന്നെ പറയണ്ടോ. ശ്വാസം കിട്ടിയില്ലെങ്കിൽ ആ മനുഷ്യന്റെ കാര്യം പോക്കാണ്. അതിന് ഒരു സംശയമല്ല. അതിനൊക്കെ ആൾക്കാർ വെറുതെ ഈ കുറ്റും ഇവരും അസൂയായിട്ട് മനസ്സിങ്ങനെ തുറന്ന് നമ്മൾ സംസാരിക്കണം. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്നു വിടണം. അപ്പോഴാണ് നമുക്ക് ഈ ജീവിതത്തിന്റെ ഈ മറ്റേ നമ്മൾക്ക് ഓനെ കാണുമ്പോൾ ഓനിപ്പോ ഭയങ്കര പണിയുണ്ട്, നല്ല പൈസ ഒരേ പണി, ഓന്റെ തലയിൽ വരച്ച് നമ്മളെ ഇവിടെ വരച്ചാൽ മതി, അതുകൊണ്ടും കാര്യമില്ല. അതൊക്കെ ഒരു പറച്ചില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ മനസ്സിന് വരും പോണത്. പിന്നെന്താ അറിയോ ഈ പിന്നെ മുതലുണ്ടാകുക ഇല്ലാന്നില്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു അള്ളാഹു ഓരോ അത് പടച്ചോനും എല്ലാവരും മുതലാളിമാരെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാരും മുതലാളിമാര് അറിയില്ല. ആ മുതലാളിമാരായ പണിക്കാളെ കിട്ടൂല. ഇപ്പൊ കണ്ട അതിന്റെ തല്ലി തന്നെ കേരളക്കാര് വളരെ ഉടായ്പാണ്. പിന്നെ കേരളക്കാര് 9 മണിക്കാ പണിക്കിറങ്ങുക. അല്ല നമ്മളെ കേരളത്തിൽ നമ്മളൊക്കെ പണിക്കാരനാണ്, ഞാനും പണിക്കാരൻ തന്നെ ഉള്ളി. അപ്പൊ നമ്മളിപ്പോ ഡ്രൈവറാണ്. അപ്പോൾ രാവിലെ പണിക്കിറങ്ങാം, ഇവിടെ 9 മണിക്ക് ഇറങ്ങിയിട്ട് 10 മണിക്ക് ചായക്ക് കയറും. ഇങ്ങോട്ട് പിന്നെ ആ 10 മണിക്ക് വന്നിട്ട് 10-10 ആകുമ്പോൾ പിന്നെയും പണി തുടങ്ങും. പിന്നെ 1 മണിക്ക് ചോറിനിറങ്ങും. പിന്നെ 3 മണിക്കാണ് പണിക്കിറങ്ങാം. പിന്നെ 5 മണിക്ക് ഒരു പണി. പൈസനെ പറ്റി എന്താ പറഞ്ഞത്? മുതല് എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്ന മുതല് പറഞ്ഞാൽ ഇന്നിപ്പോ എന്റെ പോക്കല്ല, ഇന്നിപ്പോ എന്റെ പോക്കല്ല, പോളക്ക എന്റെ പോക്കല്ലാണ് 10. അത് ഞാൻ പെടുത്ത അതെ. അതിപ്പോ ഇന്ന് കാലാവസ്ഥ ഈ നിരീക്ഷണം നോക്കാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും ഉണങ്ങി കിടക്കുന്ന പുല്ലുണ്ടെങ്കിൽ ഒന്ന് കത്തിച്ചുട്ടാ അവിടെ വൃത്തിയായിക്കോളെ. ഞാൻ നിങ്ങൾ നമ്മൾ സിസ വലിച്ചിട്ടുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, വളരെ വലിയ ഹാനികരമാണ്, കുറ്റകരമാണ് എല്ലാം കൊണ്ടും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മള് ഒറ്റ സാധനത്തിന് 200 വാക്ക് വരും. അതെ അതെ അതെ. നമുക്ക് എന്താ വെച്ചാൽ ഹൃദയം തുറന്ന് സംസാരിക്കണം, മനസ്സ് ശുദ്ധമാകണം. നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനല്ല. ഇപ്പൊ ഞാനിപ്പോ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം സലാം പറഞ്ഞ് തീർക്കണം. പക്ഷെ നമ്മള് ചില ആൾക്കാരൊന്നും നമ്മളോട് ഇങ്ങോട്ട് കൊണ്ടുപോരാ. നമ്മളാണ് മുണ്ടാൻ പോയാലും തലതിരിഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ ഇത് പോണത്. അതുകൊണ്ട് കാര്യമില്ലേ, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മനസ്സിന്റെ കാര്യം. നമുക്ക് തന്നെ അനുഭവമല്ല. നമ്മളെ ഇതിൽ തന്നെ നമ്മളെ വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ നമ്മളോട് ചിലപ്പോൾ കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അതാക്കിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മളിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഓരോ കബറിക്ക് പോലും നമ്മളെ കബറിക്ക് നമ്മൾ പോകും. മാഷാ അല്ലാ തബാറക്കല്ലാ. പിന്നെ അതേമാതിരി ഇപ്രാവശ്യം ഈ കൊല്ലം ഉണ്ടാവും. അതായത് ഒരു 3-4 മാസം കഴിഞ്ഞാല് പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. നിങ്ങളെ ഏതെങ്കിലും ഒരു വാർഡിൽ മെമ്പർ ആക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണെങ്കിൽ എന്താ സെലിബ്രിറ്റി ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആരാധകരുണ്ട്, വോട്ടിട്ടില്ലേ? അങ്ങനെയൊന്നല്ല, അതൊക്കെ നിങ്ങളൊക്കെ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ട്. എന്താ വെച്ചാല് സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാല് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ പോകും. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല് നമ്മളെ സ്വന്തം കാര്യം നോക്കി ഇറക്കല്ലേ വേണ്ടേ. ഒരു മെമ്പർ ആയി കഴിഞ്ഞാല് ആ മെമ്പർ ആ വാർഡിലെ ആളുകളോട് ചോദിച്ചിട്ട് എന്താ ഏതാ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ എന്തെങ്കിലും പഞ്ചായത്തിൽ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടോ അതിനൊക്കെ ഉഷാറാണ്. നമ്മളെ പറയണോ, നമ്മളെ മൻസൂർ മാഷ്, ആ മൻസൂർ മാഷ് നമ്മളെ പൂവത്താടി 15-ാം വാർഡിൽ ഇപ്പൊ മൂപ്പര് നമ്മളെ വാർഡിൽ തന്നെയാണ്. മൂപ്പര് വാർഡില് ആണെങ്കിൽ മൂപ്പര് കാര്യങ്ങൾ പഞ്ചായത്തിൽ എന്തെങ്കിലും കിട്ടാണ്ട് വന്ന് പറയും. നമുക്കൊന്ന് പഞ്ചായത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ത് കാര്യങ്ങളും മൻസൂർ മാഷ് ഏൽപ്പിച്ചാൽ മതി. മൂപ്പര് ശരിക്കും മെമ്പർ തന്നെയാണ്. മൂപ്പര് ശരിക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മൂപ്പരാണ്. ആദരാണ് മൂപ്പര് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വന്നോ നമ്മൾ പറയുന്ന പരിപാടിയില്ല. അത് മൂപ്പരിക്ക് പറ്റുകയാണെങ്കിൽ മൂപ്പര് പറയുന്ന അത് ശരിയാക്കി തരട്ടോ. അല്ലെ മൂപ്പര് ഇപ്പാണ് വന്ന മറ്റേ സ്ഥാനങ്ങൾ വരെ അത് നമുക്ക് ചർച്ച ചെയ്യാം, അത് പ്രശ്നമല്ല. അത് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല മൻസൂർ മാഷ്. മനസ്സ് ഉത്തമ മാതൃക. ഒരു മെമ്പർ എങ്ങനെ ആകണം നമുക്ക് എന്തായാലും നമ്മളെ പറഞ്ഞാൽ ഇപ്പൊ ഈ മെമ്പറായി കഴിഞ്ഞാല് നമുക്ക് അതിലെ ഇതുമാണ് കുറച്ചൊക്കെ ഒരു സാമ്പത്തികമാണ്. നമ്മളിപ്പോ ഈ വണ്ടി ഓട്ടിട്ട് നമ്മൾ ചെലവഴിക്കും. മെമ്പർ ആകണം എല്ലാവരും സാമ്പത്തിക ആളുകളൊന്നല്ല അല്ല. പക്ഷെ പിന്നെ ഓല് എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പാവങ്ങള് കുറെ എണ്ണം നല്ല ഉത്തരവാദിത്തത്തില് പടച്ചോനെ പേടിയില് കുറെ ആൾക്കാരുണ്ട്. ഈ മെമ്പറായിട്ടുള്ള ആൾക്കാരെ അതിൽപ്പെട്ട ആളാണ് മൻസൂർ മാഷ്. പിന്നെ മെമ്പർമാരുടെ കാര്യം പറയണേ കുറെ കസാലമോഹികളാണ്. ഇപ്പൊ ഈ പാർട്ടി മാറുന്നുണ്ടല്ലോ, അതിന്റെ കാര്യം പറഞ്ഞാൽ ഈ പാർട്ടി മാറണ എന്താ വെച്ചാല് ഇപ്പൊ ആ വാർഡിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു സാധനം വരുമ്പോ സ്ഥാനം ആക്കി തരില്ല. അപ്പൊ അവിടെ എല്ലാവരും മോലാളിനെ പിടിച്ചിട്ടാക്കും. അപ്പൊ ഇയാളെ മോലാളിയാണെങ്കിൽ ഒന്നിനും പറ്റാത്ത ആൾ വയ്ക്കാം, പ്രവർത്തനത്തിനും ഉണ്ടാവില്ല,
ഒന്നിനും ഉണ്ടാവില്ല. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാരുടെ കാര്യം നോക്കും, ഒരു മനുഷ്യൻ സാധാരണക്കാരെ മിനിമം ഒരു പുഞ്ചിരിയും കൂടി കൊടുക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പുഞ്ചിരി ലോകം പറച്ചില് അത് വേറെ വൈക്ക്. അത് പിന്നെ പോലെ ഒരു നാടകം, ഉലകമേ നാടകം. നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ടിരുന്നു സ്ഥാനാർത്ഥി മോഹിക്കുന്ന ആളെ ഭയങ്കര അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ തന്നെ ഓനെ പഞ്ചായത്ത് ഇലക്ഷന് കുപ്പായിട്ട് കൊണ്ടു സംശയം സംഭവം കണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ഇങ്ങനെ കാലഘട്ടം സംഭവിച്ചത് തന്നെയാണ്. അങ്ങനെ മുതലാളിമാരെ എന്ത് ചെയ്യും, ഓല കണക്കൂട്ടി ഓല നിർത്തും. അപ്പൊക്ക് ഈ സാധാരണക്കാർക്ക് ഒരു ആനുകൂല്യം കിട്ടൂല. അങ്ങനെയൊക്കെയാണ് ഇതോടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ നോക്കാം. അതിന് പറ്റിയ ആൾക്കാരെ നിർത്തി സാധാരണക്കാരാകുമ്പോൾ സാധാരണക്കാരെ ഒരു ഇതുണ്ടാവും. മൻസൂർ മാഷാറിന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് വന്നാണ്. അപ്പൊ അതിന്റെ പാഠം മൂപ്പര് ഉൾക്കൊണ്ട് മൂപ്പര് നാടൻ ടൈപ്പില് മൂപ്പര് മാഷുമാണ്, കാപ്പറമ്പ് സ്കൂളിലെ മാഷുമാണ്. നല്ലൊരു മെമ്പറാണ് ഞങ്ങളെ പഞ്ചായത്തില്, തച്ചനടർ പഞ്ചായത്തിലെ നല്ലൊരു മെമ്പറാണ് മൂപ്പരെ. കഴിച്ചക്കാനെന്ന മെമ്പർ വേറെ അല്ല അവിടെ.